തിരുവനന്തപുരത്ത് വീണ്ടും വിദ്യാർത്ഥിയോട് അധ്യാപികയുടെ ക്രൂരത. അച്ചടക്കം പാലിച്ചില്ല എന്നാരോപിച്ച് വിദ്യാർത്ഥിയുടെ കയ്യിൽ ക്രൂരമായി മർദ്ദിച്ചു. വിളപ്പിൽശാല ഗവൺമെന്റ് യു.പി. സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. വീണ്ടും സ്കൂളിൽ ഒരു അധ്യാപികയിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ക്രൂര പീഡനം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം വിളപ്പിൽശാലയാണ് ഈ സംഭവം. വിളപ്പിൽശാല ഗവൺമെന്റ് യു.പി. സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഈ അധ്യാപികയിൽ നിന്ന് മർദ്ദനമേറ്റത്. എൻ്റെ കൂടെ ആ വിദ്യാർത്ഥിയുടെ അമ്മയുണ്ട്. ചേച്ചി, ഈ സംഭവം നടന്നത് എന്താണ് സംഭവിച്ചത്? കുട്ടിക്ക് ഇപ്പോൾ എന്തൊക്കെ പരുക്കളാണുള്ളത്? അവൻ 10ാം തീയതി സ്കൂളിൽ പോയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് കുഞ്ഞുങ്ങളെ വരിവരിയായിട്ട് ഡിസിപ്ലിൻ പാലിച്ച് പോകും. എൻ്റെ മോൻ പാലിച്ചില്ല, ബാക്കിൽ കൈ കെട്ടിയില്ല. ഡിസിപ്ലിൻ പാലിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ അടിച്ചത്. അപ്പോൾ ടീച്ചർ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിൻ്റെ കൈക്കുഴയിൽ നല്ല രീതിക്ക് അടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം 4:50 സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കൈവേദന എടുക്കുന്നു. നമ്മളെന്ത് കൈവേദന എടുക്കുന്ന? നീരുണ്ടല്ലോ കയ്യിലെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയായപ്പോൾ ആ നീരൊന്ന് കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തിടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചതാണ്, ഇംഗ്ലീഷ് ടീച്ചർ. നമ്മൾ എന്തിന്? അത് ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട് അടിച്ചതാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ അവിടെ പേരൂർക്കുട ഓർത്തോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അടിച്ചതിൻ്റെ പാടുണ്ട്, കുഞ്ഞിനെ അടിച്ചതിൻ്റെ പാടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കൈ ബാൻഡേജ് ഇടണം, കാഷ്വാലിറ്റി ചെന്ന് MLC നോട്ടഡ് എന്ന് പറഞ്ഞ കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കും, പോലീസ് സ്റ്റേഷനിലെ ഡയറക്റ്റായിട്ട് അവർ തന്നെ കൊടുക്കും, സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ സ്കൂളുകാരുമായിട്ട് സ്കൂളിൽ സംസാരിച്ചപ്പം പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇതായിരുന്നു പെരുമാറിയത്. പക്ഷേ അതിൽ 2 സാറുമാർ എന്നോട് പറഞ്ഞ്, ബദ്രീനാഥിൻ്റെ അച്ഛൻ എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പെയിൻറ്റിങ് ജോലിയാണ്. അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായിക്കാം. ഞാൻ പറഞ്ഞു, സാർ എന്തോന്ന് പറയണോ? അയ്യോ അങ്ങനെയല്ല, കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ചിലവ്, അവൻ്റെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കോളാം, ഇതൊരു ഒത്തുതീർപ്പായിട്ട് പോവാം. ടീച്ചറിൻ്റെ ഭാഗത്ത് ജോലിയൊന്നും കളയല്, ടീച്ചറിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഭയങ്കര വിഷയമാകും, ഞങ്ങളെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നു. ആദ്യം സമ്മതിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് അടിച്ചത് സമ്മതിച്ചില്ല, അവർക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ അടിച്ചതിൻ്റെ പാടും ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരടിയെ അടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞില്ല, 2-3 അടി എന്നെ 3-4 അടി എൻ്റെ കയ്യിൽ കിടക്കുന്ന പാട് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് അവർ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. എന്താ തുടർ നടപടി? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണോ? കംപ്ലൈൻറ്റ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.